ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കുബൂസ് അല്ലെങ്കിൽ പീറ്റ ബ്രെഡാണ്. ഒരു അറബിക് സ്റ്റൈൽ ബ്രെഡാണ്. നമ്മൾ ഷവർമയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ കുബൂസ് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. കുബൂസ് റെഡിയാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യലാണ്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്നും നമ്മൾ പറയാറുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഇതുപോലുള്ള ബോൾ ഈസ്റ്റും ചേർക്കാവുന്നതാണ്. ഇതും 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. ഒരുപാട് പഞ്ചസാര ചേർക്കരുത്. ഒരുപാട് പഞ്ചസാര ചേർത്താൽ ഹാർഡായിട്ടുള്ള കുബൂസ് ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് എന്നുള്ള കണക്കിലാണ് ചേർത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് പൊന്തി കിട്ടും. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഡോ റെഡിയാക്കാം. അതിനുവേണ്ടി 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. 125 ഗ്രാമാണ്. 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മൈദപ്പൊടിയിൽ മാത്രം ചെയ്യാം, അതുപോലെ ഗോതമ്പ് പൊടിയിൽ മാത്രം ചെയ്യാം. അതുപോലെ നിങ്ങൾ അളവിനായിട്ട് എടുക്കുന്നത് ഏത് പാത്രമാണോ അതിൻ്റെ പകുതി ഭാഗം ഗോതമ്പ് പൊടി ചേർത്താൽ മതി. ഈ ഒരു കപ്പിൽ തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. കൂടെ 2 ടേബിൾ സ്പൂൺ റവ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, അതായത് സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഈ ഒരു ഡ്രൈ ഈസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യാൻ വെച്ച വെള്ളത്തിലാണ്. അപ്പം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് വെള്ളം മാറ്റി വെച്ചതിന് ശേഷം ഒഴിച്ച് കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പിലും ഒരു 2 ടേബിൾ സ്പൂൺ കുറച്ചാണ് വെള്ളം എനിക്ക് ആവശ്യമായി വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ മുഴുവനായിട്ട് ഒഴിച്ച് കുഴയ്ക്കുന്നവരാണെങ്കിൽ കുറച്ച് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചാൽ മതി. നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ടേബിൾ ടോപ്പിൽ പൊടി വിതറിയതിന് ശേഷം കുഴച്ചെടുക്കുക. നല്ലോണം മിക്സാക്കി കുഴച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതൊരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു ഡോ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നമ്മൾ വെച്ചതിലും ഇരട്ടി സൈസിലായിരിക്കും നമുക്ക് ഈ ഒരു ഡോ ഇനി കിട്ടുക 1 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഡോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് താഴെ തേച്ചിട്ടുള്ള പാത്രത്തിൽ വേണം വെക്കാൻ. അതുപോലെ ഒരു കുഴിഞ്ഞ പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അത് നന്നായി പൊന്തി വരാനും ഒരു നല്ല ഷേപ്പിൽ വരാനും വേണ്ടിയിട്ടാണ്. അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ എണ്ണ സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒന്നുകൂടി നമുക്ക് ഈ ഒരു ഡോ കുഴച്ചെടുക്കണം. ഒരുപാട് നേരം ഇട്ട് കുഴയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നീളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഈക്വൽ പോർഷൻസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതുപോലെ കുഴച്ചെടുത്തത്. ഇതിനി നമുക്ക് ഉരുളകളാക്കി പരത്തിയെടുത്തിട്ട് ചുട്ടെടുത്താൽ മാത്രം മതിയാവും. ഈ ഒരു ഉരുള റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ പത്തിരിക്കൊന്നും നമ്മൾ ഉരുട്ടുന്നത് പോലെ കയ്യിലിട്ട് ഉരുട്ടുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു 2 കൈ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ഒരു വിരലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോൾ സൈസിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പരത്തുന്ന സമയത്തും നമുക്ക് ടേബിൾ ടോപ്പിൽ കുറച്ച് മൈദ തൂവി കൊടുത്തതിന് ശേഷം വേണം പരത്തിയെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൈദ തൂവി കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ ഈ ഒരു കുബൂസ് അല്ലെങ്കിൽ പീറ്റ ബ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് പത്തിരിയൊക്കെ പരത്തുന്നത് പോലെ നൈസായിട്ട് പരത്താൻ പാടില്ല. കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ. എന്നാലും ഒരുപാട് കട്ടിയിൽ പരത്താനും പാടില്ല. നാനിനൊക്കെ പരത്തുന്നത് പോലെ ഒരുപാട് കട്ടിയിൽ പരത്തരുത്. അതുപോലെ ഒരുപാട് അങ്ങനെ ഐസായിട്ടും പരത്തരുത്. ഏകദേശം ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു വട്ടത്തിലുള്ള ഷേപ്പിൽ തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് വട്ടം വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലിഡ് യൂസ് ചെയ്തിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്തെടുത്താലും മതിയാവും.
അപ്പോൾ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാൻ വേണ്ടി നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനാണ് വെക്കേണ്ടത്. നമ്മൾ പാനിലേക്ക് ഇട്ട ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതുപോലൊരു കുമിളകൾ ആദ്യത്തെ ലെയറിൽ വരും. ആ സമയത്ത് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത്. ഒട്ടും ലോ ഫ്ലെയിമിലും അതുപോലെ ഒരുപാട് ഹൈ ഫ്ലെയിമിലും ഇത് വെച്ച് കുക്ക് ചെയ്യാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞും പോവും, അതുപോലെ ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കറക്റ്റായിട്ട് കുക്കായി കിട്ടത്തുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതിയെ അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ പതിയാണ് ചെയ്യേണ്ടത്. വളരെ കെയർഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് ഉള്ളിലേക്ക് എയറൊക്കെ ആയിട്ട് നല്ലോണം പൊന്തി വരും. അതുപോലെ ഉൾഭാഗം നല്ലതായിട്ട് വെന്തും കിട്ടും. പുറത്ത് ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുബൂസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് കുബൂസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഹാർഡല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെയാണ്. കുബൂസ് എപ്പോഴും ഹാർഡായി പോകുന്നതിൻ്റെ കാരണം ഒരു റീസൺ പഞ്ചസാരയുടെ അളവ് കൂടുന്നതാണ്. അതുപോലെ ഒരുപാട് നേരം ഇട്ട് രണ്ടാമത് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴും കുബൂസ് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പരത്തി അപ്പോൾ തന്നെ ചുട്ടെടുക്കുന്നതിനെക്കാട്ടിലും ഒരു 2-3 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം ഒന്ന് ചുട്ടെടുത്താൽ കുറച്ചുകൂടി സോഫ്റ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഗ്രീഡിയൻസും ബാക്കിയെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.